മാതാവാകുവാനുള്ള വെടിപ്പുള്ള ശരി എന്ന മറിയത്തിന്റെ വിനീതമായ പ്രത്യുത്തരം ഈ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലൂടെ അന്നയ്ക്കും ജോവാക്കിനും യേശുക്രിസ്തുവിന്റെ മുത്തശ്ശിയും മുത്തച്ഛനുമാകുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കാം. ആദ്യമായി പ്രാർത്ഥനാ ഗീതം പാടുവാനായി അലോനയെ ക്ഷണിക്കും. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി സന്തോഷ് സാറിനെ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ബഹുമാനപ്പെട്ട മദർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്നത്തെ വിശിഷ്ടാതിഥികളായ ഗ്രാൻഡ് പാരന്റ്സ്, വിശ്വാസ പരിശീലകരെ, ഇടവാംഗങ്ങളെ, ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഗ്രാൻഡ് പാരന്റ്സ് നമ്മുടെ ഇടവകയിലെ എല്ലാ ഗ്രാൻഡ് പാരന്റ്സും ഒരുമിച്ച് കൂടി നമ്മളിവിടെ അവരെ ആദരിക്കാനും അവരെ അനുമോദിക്കാനും ആശംസകൾ കൈമാറാനായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നു. വിശുദ്ധ ജോവാക്കിന്റെയും വിശുദ്ധ ആന്റിയുടെയും പെരുന്നാൾ ദിവസമാണ്. അപ്പം അന്നേ ദിവസം തന്നെ നമുക്ക് ഇവിടെ ഈ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിക്കാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ്. ഗ്രാൻഡ് പാരന്റ്സ് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന കുട്ടികളുടെ മുഖത്തെല്ലാം സന്തോഷമാണ്. ഈ പറയുന്ന ഗ്രാൻഡ് പാരന്റ്സോടുകൂടി ചേർന്ന് ഇവിടെ ആഘോഷിക്കാൻ സാധിക്കുന്ന ഈ ഒരു സുദിനത്തെ എല്ലാവരും സന്തോഷത്തോടെ കാണുന്നു. ഈ ഒരു ദിവസത്തില് ഇവിടെ പ്രത്യേകമായി നമുക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഡയറക്ടർ അച്ഛനും ഞങ്ങളുടെ വികാരിയച്ഛനുമായ ജോമിഷ് അച്ഛനെ ഈ ഗ്രാൻഡ് പാരന്റ്സ് ഡേയുടെ ആഘോഷത്തിനായി ഞങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ മഠത്തിലെ നമ്മളുടെ മദറായ സിസ്റ്റർ അനിത സിസ്റ്ററിനെ ഗ്രാൻഡ് പാരന്റ്സ് ഡേയുടെ ആഘോഷത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസ പരിശീലനത്തിന്റെ ഞങ്ങളുടെ ലീഡറായ ഞങ്ങളുടെ എച്ച്എം ടോണി സാറിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിനുപരി ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷത്തില് ഏറ്റവും വിശിഷ്ടാതിഥികളാണ് ഗ്രാൻഡ് പാരന്റ്സ്. ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിക്കുമ്പോൾ അവരില്ലാതെ എന്തൊരു ആഘോഷം ഇതിലേക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് സഹകരിച്ച വിശ്വാസ പരിശീലന എന്റെ സഹപ്രവർത്തകരെ അതുപോലെ തന്നെ കൈക്കാരന്മാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി കാറ്റഗിസം സ്കൂൾ ലീഡർ ലിസിനെ ക്ഷണിക്കുന്നു. You are not grandparents, rather grand angels. ഇന്റർനെറ്റിൽ പരത്തിയപ്പോൾ കിട്ടിയതാണ്, പക്ഷേ എത്ര സത്യമാണല്ലേ. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിന്റെ സ്റ്റാർസ് ആയ ഗ്രാൻഡ് പേരൻസ് എല്ലാവർക്കും ഈശോ മിശിഹായുടെ സ്തുതിയായിരിക്കട്ടെ. പ്രായം കൊണ്ട് മുത്തശ്ശൻ മുത്തശ്ശി എന്നൊക്കെ വിളിക്കുമെങ്കിൽ പോലും ഇന്നത്തെ ഗ്രാൻഡ് പേരൻസ് ചില്ലാണ്. അതെ, ഒരു മാറാകനാണെങ്കിൽ സ്നേഹം പകരുന്നവർ നമ്മുടെ വീടുകളിലെ വിളക്കും വെളിച്ചവുമാണ്. 2021 ഫ്രാൻസിസ് പാപ്പയാണ് സഭയെ ആദ്യമായി വേൾഡ് ഡേ ഫോർ ഗ്രാൻഡ് പേരൻസ് ആദ്യമായിട്ട് ലോക വയോജന ദിനം ആഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്തത്. ഈശോയുടെ ഗ്രാൻഡ് പേരൻസ് ആയ വിശുദ്ധ ജോവാക്കിം അന്ന ദമ്പതികളുടെ തിരുനാൾ ദിനമായ ജൂലൈ 26 ഏറ്റവും അടുത്ത ഞായറാഴ്ചയാണ് സഭ ഗ്രാൻഡ് പേരൻസ് ഡേ കൊണ്ടാടുന്നത്. ഇന്ന് ഈ വർഷം വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളായ ജൂലൈ 28 ആഗോള സഭ ഈ പുണ്യദിനം കൊണ്ടാടുന്നത്. സങ്കീർത്തന പുസ്തകം 71:9 വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന വചനമാണ് മാർപ്പാപ്പ 2024
ആഗോള വയോജന ദിനത്തിന്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുന്നു: മുതിർന്നവരുടെയും പ്രായമായവരുടെയും വ്യക്തിപ്രഭാവത്തെ സഭാജീവിതത്തിന് അവർ നൽകുന്ന സംഭാവനകളെ വിലമതിക്കുന്നതിലൂടെ തലമുറകൾക്കിടയിൽ ബന്ധം സ്ഥാപിക്കുന്നതിനും ഏകാന്തതയെ ചെറുക്കുന്നതിനുമുള്ള ഓരോ സഭാ സമൂഹത്തിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഈ ദിനം ശ്രമിക്കുന്നു. സത്യത്തിൽ ഈ ദിനം കൊണ്ടാടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഉണ്ണീശോ ആയിരിക്കും. കാരണം കുട്ടിക്കാലത്ത് നമ്മുടെ ഈശോയ്ക്ക് വിശുദ്ധ ലിഖിതങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് ഈശോയിലെ ദൈവപുത്രന്റെ തിരിച്ചറിഞ്ഞവരാണ് വിശുദ്ധ അന്നയും വിശുദ്ധ ജോവാക്യനും. പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ ഇവർക്ക് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. വിശുദ്ധ അന്നയുടെ സഹനവും വിശുദ്ധ ജോവാക്യമിന്റെ വിശ്വാസവും നമുക്ക് പ്രചോദനമാവട്ടെ. തങ്ങളുടെ ജീവിതത്തിലൂടെ അവർ നമ്മെ പഠിപ്പിച്ച സ്നേഹം, കരുണ, വിശ്വാസം, സഹനം എന്നീ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ പുണ്യദിനത്തിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ ബഹുമാനിക്കുവാനും അവരുടെ സ്നേഹം അംഗീകരിക്കുവാനും അവരോടുള്ള നമ്മുടെ കടപ്പാട് പ്രകടിപ്പിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. അടുത്തതായി നമുക്ക് മധുരം പങ്കുവയ്ക്കുവാനായി നമ്മുടെ ഇടയിലെ ഏറ്റവും മുതിർന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മനോഹര നൃത്തം നമുക്കിനി ആസ്വദിക്കാം. അവളുടെ പ്രാർത്ഥനകൾ കേൾപ്പാറുണ്ടോ? സമ്മാനം ജോലിക്കണ്ണൊരു ധീരപുത്രി രാജാവിൻ സൈന്യത്തെ കാര്യസ്ഥന ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാനായി കിങ്കരന്മാരൊത്ത് വന്നൊരു വെള്ളത്തിനായി നോക്കി നിൽക്കെ ആദിച്ചു നിൽക്കുന്ന ചൂടിത്തിനായി കണ്ടു തീർന്നൊരു ചൂടിന്ന് കാര്യം ഗ്രഹിച്ചപ്പോ വീണ്ടും വിചാരമായി നാട്ടുകാർക്ക് മാറിയ ചൂടിന്റെ ധീരമ സത്യം ഒഴിഞ്ഞു. ആ ഓളോ തോമസിനെ ഞാൻ തന്നെ വരവേൽക്കും.
ശിരസ് അതിലേക്കെത്തിച്ച ഒരു കുഞ്ഞു പോലും അറിഞ്ഞതില്ല സാത്താനു നശിച്ചു പോയി അസീരിയയുടെ സൈന്യങ്ങളും എല്ലാം കണ്ടിരിക്കുന്ന ദൈവത്തിൻ ജനമേ പറയൂ നിങ്ങളും കേൾക്കുന്നോ ദൈവസ്വരം വിശ്വാസം പ്രാർത്ഥന ഇവ നൽകും ദൈവകൃപ ഓരോമയായിരിക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു ഓരോമയായിരിക്കുന്ന ദൈവകൃപ ഇന്നും അലയടിക്കുന്നു ഓരോമയായിരിക്കുന്ന ദൈവകൃപ ഓരോമയായിരിക്കുന്ന ദൈവകൃപ ഓരോമയായിരിക്കുന്ന ദൈവകൃപ. അടുത്തതായി സങ്കീർത്തന ആലാപനത്തിനായി ഈതനെ ക്ഷണിക്കുന്നു. പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്കു സഹായം എവിടെ നിന്നു വരും? എനിക്കു സഹായം കർത്താവിൽ നിന്നു വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്കു സഹായം എവിടെ നിന്നു വരും? എനിക്കു സഹായം കർത്താവിൽ നിന്നു വരുന്നു. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്കു സഹായം എവിടെ നിന്നു വരും? എനിക്കു സഹായം കർത്താവിൽ നിന്നു വരുന്നു. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്കു സഹായം എവിടെ നിന്നു വരും? എനിക്കു സഹായം കർത്താവിൽ നിന്നു വരുന്നു. നന്ദി. അടുത്തതായി കാറ്റീസം ടീച്ചേഴ്സ് ഗ്രാൻഡ് പാരന്റ്സിന് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു ഗാനം നമുക്ക് ആസ്വദിക്കാം. മഴത്തൂവലൊന്നു തരുമോ നോവലിന്റെ മിഴിയിൽ ഒരു സ്നേഹനിദ്രയെഴുതാൻ ഇരുൾ മൂടിയായുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ
നോക്കിയാലും എൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ തേടിറങ്ങും മുഖിലേ മഴത്തൂവലൊന്നു തരുമോ നോവലിഞ്ഞ വിളിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാം പൂവിന്നിതളവൾ മിന്നും തങ്കത്തിരിയവൾ മഞ്ഞിൻ മുത്തിൻ മിഴികളിൽ ചിന്തും പൊന്നിൻ തരിയവൾ തിങ്കൾ പൂവിന്നിതളവൾ മിന്നും തങ്കത്തിരിയവൾ മഞ്ഞിൻ മുത്തിൻ മിഴികളിൽ ചിന്തും പൊന്നിൻ തരിയവൾ കുഞ്ഞിക്കൈവിരൽ തുമ്പിലാദ്യമായി പൂക്കുമക്ഷരങ്ങൾ സൂര്യനായി അഗ്നിമലവുകൾ ഒപ്പും അറിവുമായി എന്നെ തേടിയെത്തും തെന്നലായി ഓമലായി പൊന്നോമലായി എൻ ചിന്തും പൊന്നിൻ അരിയവൾ താമരത്തളിരെ മാമഴക്കുളിരെ മാരിവിൽ മയിലേ കുളിരുൾ നീന്താൻ കൂടെയിരിക്കാൻ താരമായവളേ താമരത്തളിരെ മാമഴക്കുളിരെ മാരിവിൽ മയിലേ കുളിരുൾ നീന്താൻ കൂടെയിരിക്കാൻ താരമായവളേ കടലിലേറെ ദൂരം തളരാതെ പോയിടുവാൻ കനവ് പോലെയെല്ലാം കൈനീട്ടി വാങ്ങിടുവാൻ കൺമണി കൺമണി നീരേക്കിടാതെ കാത്തിടാതെ പൂവിൻ ഇതളവൾ മിന്നും തങ്കത്തിരിയവൾ മഞ്ഞിൻ മുത്തിൻ മിഴികളിൽ ചിന്തും പൊന്നിൻ തരിയവൾ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാക്കുഴലിൽ കഥ പറയാം പുൽമേട്ടിലോ പൂങ്കാറ്റിലോ പുൽമേട്ടിലോ പൂങ്കാറ്റിലോ എങ്ങോ പിറന്നു പണ്ടിടം മുളക്കൂറിൽ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം
ബിജോ സാറിനെ ക്ഷണിക്കാം. പണ്ട് കാരണവന്മാര് പറയുമായിരുന്നു, ഇപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്, ഒരു പാഴായി അല്ലെങ്കിൽ ഒരു പാഴായി വേസ്റ്റ് ആയി. ഇപ്പൊ പറയുകയാണെങ്കിലും പാഴുന്ന കുട്ടികളായിരിക്കും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ കുട്ടികളൊക്കെ പറയാം സീൻ ഭയങ്കര കോൺട്രയായി അല്ലെ. കുട്ടികൾ പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്, ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ഞാൻ ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്നാൽ ഇപ്പോൾ കാലഹരണപ്പെട്ടു പോയ വാക്കുകൾ, ഭാഷകൾ ഈ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ കുറച്ചും കൂടി ഉദാഹരണം വേണമെങ്കിൽ പറയാം. കുട്ടികളൊക്കെ പറയുന്നതാണ് നല്ല നൈസ് വൈബാണ്, നല്ല വൈബാന്ന് പറയും. ഓക്കെ, പിന്നെ പൊളി സാധനം, നല്ല മൂഡാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ വേർഡ്സ് ആണ് തരാം. പക്ഷേ നമ്മുടെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നാണ് ഒരു വാക്കാണ് ഏടാകൂടം. എന്തൊരു ഏടാകൂടത്തിൽ ചെന്ന് പെട്ടേനൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിന് നിങ്ങൾ ഉപയോഗിച്ച് പക്ഷെ ഉപയോഗിക്കാൻ വിട്ടുപോയ കുറെ വാക്കുകൾ ഒന്ന് പറയാം. അപ്രീഷിയേറ്റ് ചെയ്തു നമ്മുടെ കുഞ്ഞിനെ, ചെറുമകനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് നന്നായിരിക്കുന്നു മോനെ എന്ന് പറയും. തിരിച്ച് നമ്മൾ അമ്മച്ചി പൊളിയ. അപ്പൊ ഇവ കൺഗ്രാജുലേഷൻ തന്നെയാ പറയുന്നുള്ളൂ അല്ലെ. മലയാളത്തില് അങ്ങനെ നമ്മൾ ചിലപ്പോ പറയണമെന്നില്ല, അഭിനന്ദനം എന്ന് പറയാറില്ല. സമ്മാനം ഉണ്ട് കേട്ടോ, ഈ പറയുന്നതിനൊക്കെ സമ്മാനമുണ്ട്, വെറുതെയല്ല. ഇതെടുത്ത് കൊണ്ടുവരണോ? ശരിയാ. ഇപ്പൊ പിള്ളേരും ആ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ കേട്ട് പിടിച്ചിട്ടുണ്ടാവാം, അറിയില്ല. കുന്ത്രണ്ടം എന്താണെന്ന് അർത്ഥം അറിയില്ല എനിക്ക്. സാധനം, ഒരു സാധനം, ഏടാകൂടം പോലെ ഒരു സാധനം. ടീച്ചർ വരുന്നത് എന്തൊരു കുലിവാല. എന്തൊരു പുലിവാല്. പിള്ളേര് കേട്ടോ പുലിവാല്. ചിലവരെ കേട്ടിട്ടുണ്ട്, ചിലവരെ കേട്ടിട്ടില്ല. അപ്പച്ചന്മാരെ, വേറെ ആരെയും അമ്മച്ചിമാരെ, ഗ്രാൻഡ് പാരൻസിന്റെ മലയാളം എന്താ? അപ്പനമ്മയുടെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. മാതാപിതാക്കൾ ഒറ്റ പേരാണ്, ശരിയല്ലേ? മാതാപിതാക്കൾ ഒറ്റ പേര്. അതേപോലെയുള്ള ഗ്രാൻഡ് പാരന്റിന്റെ മലയാള പദം പിള്ളേർക്ക് പറയുമെങ്കിൽ പറയട്ടോ. അല്ല, മുത്തശ്ശൻ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്നല്ലേ പറയാം. വല്യപ്പൻ വല്യമ്മ. വൃദ്ധരോ, വൃദ്ധരെ പറഞ്ഞ പ്രായമായിരുന്നല്ലേ അർത്ഥം. വയോജകർ പറഞ്ഞ പ്രായമായിരുന്നല്ല. വല്യപ്പൻ വല്യമ്മ. വല്യപ്പൻ വല്യമ്മ രണ്ടു വാക്കായിരുന്നു. മുതിർന്ന മാതാപിതാക്കൾ കുഴപ്പമില്ലാത്ത ഒരു വാർഡാണ് മുതിർന്ന മാതാപിതാക്കൾ. അതുകൊണ്ട് വളരെ സ്നേഹത്തോടും വളരെ അഭിമാനത്തോടും കൂടി അപ്പൂപ്പൻ എന്ന പദത്തിനാണ് അർഹിക്കുന്ന രീതിയിലേക്ക് ഞാൻ എത്തപ്പെട്ടു. ദൈവം ഇത്രയും നാം ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിച്ച് ആരോഗ്യവും ആയുസ്സും നിങ്ങൾ മുന്നേ ഇന്ന് സംസാരിക്കാനുള്ള ഒരു പ്രചോദനം തന്നു. ഈ തലമുറ അംഗീകരിക്കുന്നു എന്നുള്ള അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എങ്കിലും ഒരു പ്രസംഗമാകുമ്പോൾ അതിന് ചില ഔപചാരികമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, മദർ, സിസ്റ്റേഴ്സ്, വേദപാഠ മാസ്റ്റർ, അധ്യാപകർ, ഇതിവിടെ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാൻഡ് പാരൻസ്, കുഞ്ഞുമക്കള്, എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഓർക്കുക, മനുഷ്യ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ 4 കാര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നുപോയി വനവാസം, മരണത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലേക്കാണ്. അപ്പൊ ഞങ്ങൾക്ക് ഗ്രാൻഡ് പാരൻസ് വനവാസത്തിലാണ്. ഈ എണ്ണപ്പെട്ട നാളുകളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ ഞങ്ങൾ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോട് ഓർമ്മപ്പെടുത്തൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയം. ഓക്കെ, അത് സന്തോഷത്തോടെ കാരണം മനുഷ്യ ജീവിതം എണ്ണപ്പെട്ട ദിവസം അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ അതാണ് അവസാനിക്കും. അത് നാച്ചുറൽ.
പറഞ്ഞ രീതിയിൽ ബാല്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകുന്ന ഞങ്ങളുടെ അപ്പൻ അമ്മ പറയുന്ന ഒരു വാക്കുണ്ട്. 4-ാം മണി മരണമണി. 4-ാമത്തെ മണി കഴിക്കുന്നതിന് മുമ്പായിട്ട് പള്ളിയിൽ എത്തണം. അതിന് വേണ്ടി തത്രപ്പാട് വീട്ടിൽ ഓടുന്ന ചാടല് എൻ്റെ അമ്മ പറഞ്ഞ വാക്കാണ്. 4-ാം മണി മരണമണിയാണ്. അതിന് മുമ്പ് പള്ളിയിലെത്തണം. അന്നത്തെ ആ വിശ്വാസത്തിന്റെ തലമുറ ഞങ്ങൾക്ക് പകർന്നുള്ള ദീപശിയാണ് ഇന്നും മനസ്സിൽ സൂക്ഷിക്കണം. ഇന്ന് ഞാൻ പള്ളിയിൽ വൈകിട്ട് വന്നത് അതുകൊണ്ട് എന്തിനു വേണ്ടി പള്ളിയിൽ അതൊക്കെ ഒരു കൊന്തയിരുന്നു. അവിടെ കൊന്തയിരുന്ന കാർന്നമാരാണ്. അവിടെ കൂടുതൽ നമുക്ക് ഇറങ്ങണമെന്ന് കൂടണമെന്നാണ് പറയുന്നത്. അപ്പൊ ആ വിശ്വാസ തീക്ഷണത പുറത്തു കയറുന്ന പകർന്നു തന്ന ആ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജയിക്കാൻ വഴിയുണ്ടായ മനുഷ്യനാണ്. അപ്പാപ്പന്റെ അമ്മാവയുടെ സ്നേഹ പരിഹാരങ്ങൾ ഏറെ കഴിഞ്ഞ് വാങ്ങിയ ഒരു മനുഷ്യനാണ്. ഞാൻ ഇന്നും മനുഷ്യവിശ്വാസങ്ങൾ ചെല്ലുമ്പോൾ എൻ്റെ അപ്പാപ്പനെ അമ്മനെ ഞാൻ ആദ്യം മനസ്സിലാക്കി. പക്ഷേ എൻ്റെ ഫാദറും മദറും മനസ്സിലാക്കും. അത്രയും ആഴത്തിൽ അപ്പാപ്പന്റെ അമ്മാവയുടെ സ്നേഹ പരിഹാരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കാര്യം കൂടിയാണ്. എൻ്റെ അപ്പാപ്പൻ എന്നെ വിളിക്കാൻ അമ്മ വിളിക്കുന്നത് ജോണൻ എന്ന് വിളിക്കുന്നത്. ജോൺ എന്ന് തയ്ച്ചു വിളിക്കുന്നു ജോണൻ. അപ്പാപ്പന്റെ കൂടെ ഞാൻ കിടന്നു കൊടുക്കുന്നു. എൻ്റെ അപ്പാപ്പൻ രാവിലെ വീട്ടാല് മാതാവേ എൻ്റെ മക്കളെ കാത്തോളയാണ് എന്നാണ് എൻ്റെ അപ്പാപ്പൻ ആദ്യം പറയുന്ന പ്രാർത്ഥന. അപ്പൊ അത്രയും പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തിൽ നിന്ന് വളർന്നുകൊണ്ട് ആ പ്രാർത്ഥനയുടെ ചൈതന്യം എന്റെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് എന്റെ കാരണവന്മാർ എന്നെ പ്രാർത്ഥന കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ജന്മത്തിൽ പുണ്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും വിശേഷിച്ചായിട്ട് എത്ര പേര് റെസ്പോണ്ട് ചെയ്തു? കുഞ്ഞുമക്കളല്ലാതെ മുതിർന്നവരാരും റെസ്പോണ്ട് ചെയ്തോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് നമ്മളുടെ അറിവ്. ഇത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആരെയും ബഹുമാനിക്കാൻ അധികം പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നു. അതേസമയത്ത് നമ്മളൊരു തമിഴ്നാട്ടുകാരനെ, ഒരു തമിഴിനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരോട് എന്ത് കാര്യം സാർ സാറിനെ അവർ അഭിസംബോധന ചെയ്യുന്നുള്ളൂ അല്ലേ? എന്തുകൊണ്ടാണ്? അത് സംസ്കാരത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു മേന്മയാണ്, മഹിമയാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ഭാഷയാണ് മലയാളവും. പക്ഷേ നമ്മൾ വാങ്ങിക്കാനേ പഠിച്ചിട്ടുള്ളൂ, കൊടുക്കാൻ പഠിച്ചിട്ടില്ല. ഗ്രാൻഡ് പേരൻസിനെ അനുഭവിക്കുന്ന ഈ അവസരത്തില് നമ്മുടെ മാതാപിതാക്കൾ തന്നെയല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നത്. ഞാനൊരു ചെറിയൊരു കാര്യം എൻ്റെ വീട്ടില് നടന്ന കാര്യം പറയാം. നിങ്ങളെ പോലെ കുഞ്ഞ് ആയിരുന്ന സമയത്ത്, അല്ലെ ചെറിയ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിരുന്ന കാലത്ത് എന്റെ വീടിനടുത്ത് ഒരു ആശാരിയുണ്ട്, മരപ്പണിക്കാരൻ. അദ്ദേഹം വളരെ ബുദ്ധിമാനും മിടുക്കനുമായിരുന്നു. അന്ന് രാജഭരണമായതുകൊണ്ട് അദ്ദേഹത്തിന് സർക്കാർ ജോലികളിൽ എഴുതുന്നില്ലായിരുന്നു. കാരണം എന്താണ്? ഇദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു, സംസ്കൃത പണ്ഡിതനുമായിരുന്നു. സംസ്കൃതത്തില് അന്നത്തെ കാലത്തെ സംസ്കൃത കോളേജിലെ, തിരുവിതാംകൂർ സംസ്കൃത കോളേജിലെ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷേ രാജഭരണമായതുകൊണ്ട് അദ്ദേഹത്തിന് രാജാവ് കൽപ്പിച്ചത് നിന്റെ കുലത്തൊഴിൽ എഴുതി ജീവിക്കുക എന്ന് മാത്രമാണ്. എന്റെ അപ്പൻ എന്റെ തറവാടിൽ നിന്ന് കുറച്ച് മാറി ഒരു സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ചു. വീട് വെക്കാനായിട്ട് ചെന്നോട്ടെ ഇദ്ദേഹമാണ് കുലത്തൊഴിൽ ആശാരി. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ചെറുതായിട്ട് ഒരു വീട് പണിഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയായപ്പോഴേ, ഒരു 7 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സൊക്കെ ആയപ്പോഴേ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാനിങ്ങനെ മഹാകുസൃതിയായിരുന്നു. നമ്മൾ തെങ്ങിലും മാവിലൊക്കെ കയറി ചാടി ഓടി നടക്കുന്ന ഈ കുരങ്ങനോട് അങ്ങനത്തെ ഒരു സമയമായിരുന്നു. അപ്പോഴ് എന്റെ വീടില് ഒരു ചിമ്മിനി, അന്നത്തെ കാലത്ത് ഈ പഴയ പോലെ ഇതൊന്നുമില്ല, വിറകെടുപ്പാണ്, അതിന് ചിമ്മിനി പണിയാണ്. അപ്പൊ ഞാൻ ഈ ചിമ്മിനി പണിയാനായിട്ട് അന്ന് 60കളിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ തട്ട് വാർക്കാനായിട്ട് തട്ടടിച്ച സമയത്ത് ഞാൻ ഇതിൽ വലിയ കയറി. വലിയ ബുദ്ധിമുട്ടാണ്, അവിടെ തന്നെ നിൽക്കാറ്. പക്ഷെ ഞാൻ ഇതിൽ വലിയ കയറിയപ്പോ എന്റെ വീടിന്റെ മുമ്പിൽ ഒരു നാട്ടുമാവ് ഉണ്ടായിരുന്നു. ഒരു കൊലയിൽ ഒരു 10-40 മാങ്ങ ഉണ്ടായിരുന്നു.
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ വീടിന്റെ സൈഡിലുള്ള അടുക്കളയുടെ ഭാഗത്താണ് ഇത് പണികൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഓടിന്റെ കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു. ഞാനിത് എടുത്തിട്ട് ഈ ഒരു മാവിലേക്ക് എറിഞ്ഞു. അപ്പൊ ഒരു മാങ്ങ കൃത്യമായിട്ട് എങ്ങനെയോ കൊണ്ട് വീഴും. ആ കൂട്ടത്തിൽ തന്നെ അവരെ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി ഉണ്ടാക്കുവാനായിട്ട് മാതാപിതാക്കൾ ഗ്രാൻഡ് പേരൻസ് പരിശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ദൈവവിശ്വാസമുണ്ട്, പരസ്നേഹമുണ്ട്. പക്ഷെ ഇല്ലാത്തൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമില്ല എന്ന് വെച്ചാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, മൂന്നാമത്തത് ദൈവസ്നേഹമാണ്. അപ്പോൾ അതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു വലിയ കുറവ് എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ബലിയുടെ പ്രാധാന്യം അവർക്ക് അത്ര മനസ്സിലാവുന്നില്ല. കാരണം അവർ ഞായറാഴ്ച പള്ളിയിൽ പോകും, അതുപോലെയുള്ള അല്ലെങ്കിൽ ജപമാല ചൊല്ലും. പക്ഷെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമ്മൾ ദിവ്യബലിയോട് വളരെയധികം സ്നേഹം പുലർത്തണം. അതായത് ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള ഉത്സാഹം കാണിക്കുക. അത് ഇന്നത്തെ തലമുറയിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ളത് എന്നും സ്വീകരിക്കുന്നത് നമ്മൾ ഈശോയുടെ ശരീര രക്തമാണ് സ്വീകരിക്കുന്നത്. അതാണ് നമ്മുടെ ജീവൻ, യേശുവിൻ്റെ ഭാഗമാകുകയാണെന്നുള്ള ബോധ്യം നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അധികം കാണുന്നില്ല. മൂന്നാമതായിട്ട് ബൈബിൾ വായന, അത് ദൈവവചനമാണ്, ദൈവമാണ് അതിൽ കൂടെ സംസാരിക്കുന്നുള്ള ബോധ്യം കുട്ടികളിൽ കണ്ടുവരുന്നില്ല. ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. വേറെ ആർക്കെങ്കിലും അവിടെ തന്നെ മൈക്കെത്താൻ ഇത്രയും വലിയ സൗകര്യങ്ങളും സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു വെച്ചാൽ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കുട്ടികളെ പഠിക്കുന്നത്. എവിടെ ഒരു കുട്ടി അവിടെ ഇരുന്ന് ഒരു പുരോഹിതൻ വരട്ടെ, ഒരു സിസ്റ്റർ വരട്ടെ, വല്ല നമ്മുടെ അയലോകത്തുള്ള ഒരു പ്രായമുള്ള തന്നെ കഴിഞ്ഞ് മുതിർന്ന ഒരു പ്രായമുള്ള ഒരാൾ വരട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു കാരണവർ വരട്ടെ, അവരവിടുന്ന് ചാടി എഴുന്നേറ്റ്. ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ മൊബൈലാണെങ്കിൽ ആ മൊബൈൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കും. ടി വി ആണെങ്കിൽ ആ ടി വി അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ ഒരു ആൾക്കാർ വരുന്നത് പോലും ഇപ്പോഴത്തെ തലമുറകൾ ഉള്ള ചെറിയ കൊച്ചു കുട്ടികൾ ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്ന പോലും ഇല്ല. ഒരു ബഹുമാനം പോലെ പ്രായമുള്ളവരെ കാണിക്കുന്നതായിട്ട് അത് ശരിക്കും പറയുകയാണെങ്കിൽ അവര് ഇപ്പോൾ ഉള്ള തലമുറയെ കഴിഞ്ഞ് കൂടുതൽ അറിവുള്ളവരായതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. അവർക്ക് മറ്റു പല ഇപ്പോൾ ഉള്ള പ്രായമുള്ള ആൾക്കാരെ മറ്റു പല കാര്യങ്ങളിലും അറിവ് കൂടുതലുണ്ട്. അത് ശരി തന്നെയാണ്, നമുക്ക് നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ചെയ്യണമെന്നുണ്ട്, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളെ പഠിക്കണം, അത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണം. എടുക്കില്ല. 5 സമ്മാനം വാങ്ങിച്ചവര് അതേ സ്ഥലത്ത് തന്നെ പോയിരിക്കും. അതിനെല്ലാം ഒരു മെസ്സേജ് ഉണ്ടാവും, നല്ലൊരു മെസ്സേജ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അൽഫോൻസാമ്മയുടെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നത്, ഗ്രാൻഡ് പാരൻസ് ഡേ ആഘോഷിക്കുന്നു. അൽഫോൻസാമ്മയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട കുർബാന തുടങ്ങിയ ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ ഇപ്പോൾ സഹനങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സഹനം എനിക്ക് തരിക എന്നുള്ള രീതിയായിരുന്നു അൽഫോൻസാമ്മയുടെ. തീർച്ചയായും അപ്പോൾ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത്
നമ്മൾക്ക് വേണ്ട, അതായത് ഒരു നല്ലൊരു മെസ്സേജ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ നിത്യജീവിതത്തിലെ സഹനങ്ങൾ നമുക്ക് വരുമ്പോൾ അത് ക്ഷമാപൂർവം നല്ല രീതിയിൽ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും, ദൈവത്തിന്റെ അനുഗ്രഹം ഉറപ്പായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മൾ ഗ്രാൻഡ് പേരൻസ് ഡേ ആഘോഷിക്കുന്നു. ഗ്രാൻഡ് പേരൻസ് ഡേ ആഘോഷിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ ഒരു കുടുംബ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സഭ തന്നിരിക്കുന്ന 2 പേരാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. മാതാപിതാക്കളായ വിശുദ്ധ ജവാക്കിനും അന്നായും. അപ്പോൾ നമുക്കൊരു നല്ല വിശുദ്ധമായ ഒരു കുടുംബ ജീവിതം നയിക്കുക, അതിനുള്ള ആഹ്വാനമാണ് ഇങ്ങനെയുള്ള ഈ സെലിബ്രേഷൻസിന്റെ ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ആഘോഷങ്ങളൊക്കെ കണ്ടുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പരിശ്രമിക്കാനുള്ള ഇതോടുകൂടി ഞാൻ എന്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ എല്ലാ പ്രോഗ്രാമിലും ചുക്കാൻ പിടിച്ചറിയുന്ന നേതൃത്വത്തിലുണ്ടായിരുന്ന നമ്മുടെ വികാരി അച്ഛനാണ്. പ്രിയപ്പെട്ട ജോലി അച്ഛനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ മതബോധനവുമായി ബന്ധപ്പെട്ട മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഇവിടെ ആഘോഷിച്ചത്. മതബോധനവുമായി ബന്ധപ്പെട്ട് അനിതാ സിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള SS ഗവൺമെന്റിന്റെ സിസ്റ്റേഴ്സ് നമുക്ക് വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മദറിനോടും സിസ്റ്റേഴ്സിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും ഇന്നത്തെ താരങ്ങളായ ഗ്രാൻഡ് പേരൻസ് നിങ്ങൾ നമുക്ക് നല്ല സപ്പോർട്ട് നൽകി. എല്ലാവരും പലർക്കും പല പ്രോഗ്രാമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മതബോധന യൂണിറ്റ് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഗ്രാൻഡ് പേരൻസ് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിന് പുറകെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട നല്ല സപ്പോർട്ട് ചെയ്ത കൈക്കാരന്മാരായ ജോർജ് ചേട്ടനും ജേക്കബ് സാറിനോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ചിലർക്കെങ്കിലുമൊക്കെ അസൗകര്യമായിട്ട് ഇന്ന് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇന്നും നടന്ന പ്രോഗ്രാമിനെ പറ്റി അവർക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, അവർക്ക് കാണാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ കാറ്റഗറീസുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടത്തെ ഏതെങ്കിലും പ്രോഗ്രാം കാണണോ, നിങ്ങൾ മര്യാദ നോക്കിയാൽ മതി. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമും കാണണോ മര്യാദ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് കാറ്റഗറീസുമായിട്ട് ബന്ധപ്പെട്ട് ജിയോ ചേട്ടൻ വളരെയേറെ സപ്പോർട്ട് നൽകുന്നുണ്ട്. ജിയോ ചേട്ടന് യൂണിറ്റിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഇതിനു വേണ്ടിയിട്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം വിജയപ്രദമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച എന്റെ സുഹൃത്തുക്കളായ സഹ അധ്യാപകരോട് അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറിസം യൂണിറ്റിലെ കുട്ടികളോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.